നിനക്കും ഞങ്ങളെപ്പോലെ എന്തെങ്കിലും വേല ചെയ്ത് ജീവിച്ചൂടെ? കോമാളി വേഷം കെട്ടാനല്ലാതെ മറ്റെന്ത് ജോലിയാ ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് മറ്റേതെങ്കിലും സർക്കസ് കമ്പനി ചാൻസ് കിട്ടുമോ നോക്കട്ടെ. അണ്ണനെ ഞങ്ങൾ നോക്കിക്കോളാം. എന്നും വേല ചെയ്ത് കിട്ടുന്നോണ്ട് തിന്നാവുന്ന വാസുണ്ട് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അപ്പു ഗുണ്ടുവണ്ണ, ഇനി നമ്മൾ തമ്മിൽ കാണില്ലേ? വരും ഞാൻ. എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കാണാൻ. ഈ ലോകത്ത് നിങ്ങളൊക്കെ അല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? മോനെ, നന്നായി വരും മോനെ. ദാ അപ്പു. അപ്പു, അക്ക പറഞ്ഞിട്ടില്ലേ ജോലിക്ക് പോരുതെന്ന്? അക്ക കണ്ടില്ലേ നീ പോരുന്നത്? നിന്റെ അക്കി നീ എന്താ ചെയ്യാ? വേല ചെയ്യൂ. എന്ത്? എന്തെങ്കിലും. വാ നമുക്ക് നടക്കാം. നീ ശ്രദ്ധിച്ചില്ലേടി ഇന്നലത്തെ മീറ്റിംഗിൽ ആ സരോജിനി വെച്ച് കാച്ചിയ പന്ന ഇംഗ്ലീഷ്? എന്തൊരു ചീപ്പ് എക്സലന്റ് ഇംഗ്ലീഷാ. അല്ല പിന്നെ, അല്ലേലും അവളൊരു പൊങ്ങച്ചക്കാരിയാ. എനിക്ക് അത്ര മെച്ചോർഡ് പീപ്പിൾസിനെ കണ്ടാ തന്നെ കണ്ടുപിടിക്കില്ല. പിന്നല്ല, എന്താടി ചേച്ചി, ഇവിടെ എന്തെങ്കിലും ഒരു ജോലി? ജോലി? നീ ആ തെരുവിൽ സർക്കസ് കളിക്കുന്ന പെണ്ണല്ലേ? കണ്ണും കൈയും കാട്ടി നാട്ടിലെ ആമ്പിള്ളേരെ മുഴുവൻ വസ്താക്കാൻ നീ മിടിക്കാന്ന് കേട്ടിട്ടുണ്ട്. നിന്നെ എന്ത് വിശ്വസിച്ച വീട്ടിൽ കയറ്റാ? ഹോ, കണ്ട ആണുങ്ങളുടെ ഒക്കെ മുമ്പിൽ അഴിഞ്ഞാടി നടക്കണ പെണ്ണ്. ഇവക്കൊക്കെ നിലയും വലിയുള്ള തറവാട്ടി ചെന്ന് പണി ചോദിക്കാനുള്ള ധൈര്യം വന്നല്ലോ. ക്ലാസ്സിരിക്കട്ടെ. എന്നാ കൊച്ചാ വന്നേ? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടോ? അതൊക്കെ തരാം. ഖത്തർ, കുവൈറ്റ്, ദുബായ്, ഉഗാണ്ട, ആ രാജ്യത്ത് ഞാൻ എത്രയോ പേരെ ജോലിക്ക് വിട്ടിട്ടുണ്ട്. എടി കൊച്ചേ, നീ പാസ്പോർട്ട് കൊണ്ടുപോവാ. തന്നാൽ 15,000 സാലറി കിട്ടുന്ന നല്ലൊരു വലിയ ജോലി വാങ്ങിത്തരാം. ഇവളെന്തിനു വന്നതാ? ആ ഒരു ജോലി. അമ്മ, എന്തെങ്കിലും ഒരു ജോലി വേണം. നീ സർക്കസ് ഒക്കെ നിർത്തിയോ? നിർത്തി. അപ്പം മരിച്ചതോടെ എല്ലാം നിർത്തി. അപ്പ ഇല്ലാതെ ആടാനും പാടാനും ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാ. എന്നാ നാളെ മുതൽ ജോലിക്ക് വാ. ഞാൻ ഉറപ്പായിട്ടും വരാം. ശരി, പോയിട്ട് വാ.
ഏ? ഏ? അപ്പൊ അവള് നാളെ രാവിലെ വരും. ഏ? എന്താ സർ? എന്നാ കൊച്ചേ, നിന്നെ പോലെ സുന്ദരിയായ കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടി പണിയുന്നത്? നിനക്ക് ഞാനൊരു നല്ല വീട് വാങ്ങിത്തരാം. നിന്റെ അനിയനെ നല്ല പള്ളുകുർത്തി വിട്ട് പഠിപ്പിക്കാം. എന്താ? നീ എന്നോട് കുറച്ച് അടുത്ത് പെരുമാറിയാ മതി. ഉടനെ ഇപ്പൊ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? വേണ്ട സർ, ഞങ്ങള് പാവങ്ങളാ. നീ ഒരുപാട് വേർത്ത് അകത്തു വാ. നമ്മക്ക് AC-യിലിരുന്ന് കൊച്ചു പുറത്തുവാന്നും പറയാം. അയ്യോ അയ്യോ അയ്യോ, പടി കിട്ടിയേരും. അടുത്ത കുരിച്ച്. അയ്യോ പോയില്ലേ? ആയി. ഓ അയ്യോ. എന്താ മുല്ല, ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട്? അത് ശരിയാവില്ല. എന്തേ? മാനം വിറ്റ് ജീവിക്കാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ. ആരാത്? ഏതാ വീട്? വേണ്ടണ്ണ, അവരോട് എതിർക്കാൻ നമുക്കാവില്ലല്ലോ. അത് കണ്ടിട്ടല്ലല്ലോ ഇത്രയും കാലം ഈ ലോകത്ത് നമ്മൾ ജീവിച്ചത്. നമുക്കിഷ്ടമില്ലാത്തത് നാം ചെയ്യാതിരിക്കുക, അത്ര തന്നെ. സാരമില്ല മുല്ല, എല്ലാം ശരിയാവും. എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. എന്നാലും നാടോടികളാണെങ്കിലും നമുക്കും വേണ്ടേ ഒരു ജീവിതം? വേണം. അല്ലെങ്കിലും എന്തിനും നമുക്ക് നാം തന്നെയല്ലേ ഉള്ളൂ.